നാരായണ 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 ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർദ്ധേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോച്ഛിതകൈതപുത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ അത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം ആണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നരസിംഹാവതാരം വരെയുള്ള ഭാഗങ്ങളിപ്പോൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ആ അവതാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആഖ്യാനം പറയാനുണ്ടായ സാഹചര്യം മുതലാണ് ഇവിടെ വിശദീകരിക്കുന്നത്. രാജസൂയ സദസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അഗ്രാസനത്തിലിരുത്തി പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ശിശുപാലന് മാത്രം ഭഗവാനെ പുകഴ്ത്താനല്ല തോന്നിയത്, നിന്ദിക്കാനാണ് തോന്നിയത്. അങ്ങനെ അവിടുന്ന് നിന്ന വാക്കുകൾ പറഞ്ഞ് പരിധി വിട്ടപ്പോൾ ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ചു. ശിശുപാലൻ വധിക്കപ്പെട്ടു. എന്നാൽ ആ വധിക്കപ്പെട്ട ശിശുപാലന്റെ ദേഹത്ത് നിന്നും ദിവ്യമായൊരു ജ്യോതിസ് വന്ന് ഭഗവത് പാദത്തിൽ വന്ന് ചേരുന്നത് പാദപൂജ ചെയ്തുകൊണ്ടിരുന്ന ആ ധർമ്മപുത്രര് കണ്ടു. അപ്പോഴാണ് ഒരു സംശയം, പാദപൂജ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കിട്ടാത്ത മോക്ഷം ചീത്ത പറഞ്ഞ ആൾക്ക് എങ്ങനെ കിട്ടി? ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ആളാണെന്നല്ലോ ആണ് എല്ലാവരുടെയും ഒരു വിചാരം. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ അസുരന്മാരെ നിഗ്രഹിക്കുന്നത്? സമപ്രിയ സുഖദ്ബ്രഹ്മൻ ഭൂതാനം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധീത് വിഷമോ യഥാം നഹ്യസ്യാർത്ഥ സുരഗണൈ സാക്ഷാൻ നിശ്രേയസാത്മനം നൈവാസുരേഭ്യോ വിദ്വേഷോ നോദ്വേഗശ്ചാഗുണസ്യ ഹി ഇതി നസ്സു മഹാഭാഗ നാരായണ ഗുണാൻ പ്രതി സംശയസ്സു മഹാൻ ജാത തദ്ഭവാൻ ഛേത്തുമർഹതി. എല്ലാ ജീവജാലങ്ങളോടും ഒരേപോലെ പെരുമാറുന്ന ആളാണ് ഭഗവാൻ എന്നാണ് കേട്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനും പരമസുഹൃത്തുമാണ്. എന്നാൽ അങ്ങനെയുള്ള ഭഗവാൻ എന്തുകൊണ്ട് രാഗദ്വേഷാദികൾ ഉള്ളവരെ പോലെ ഇന്ദ്രനു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അസുരനെ അല്ലെങ്കിൽ അസുരന്മാരെ വധിക്കണത്? പ്രത്യേകിച്ചും ഈ ദേവന്മാരെ കൊണ്ട് ഭഗവാൻ ഇപ്പൊ എന്ത് കാര്യം നേടാനാണുള്ളത്? ഭഗവാനിപ്പോ ദേവന്മാരെ കൊണ്ട് ഒരു കാര്യം നേടാനുമില്ല. എന്നാൽ ഭഗവാനെ കൊണ്ട് ദേവന്മാർക്ക് കാര്യം നേടാനുണ്ട് തന്നെ.
മാത്രമല്ല ഈ അസുരന്മാരിൽ ഭഗവാനൊട്ടൊരു ഭയം ഇല്ലതാനും. അങ്ങനെയിരിക്കെ ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഒരു ചെറിയ സംശയം ഇപ്പോൾ തോന്നുകയാണ്. ആ സംശയത്തെ തീർത്തു തരണേ എന്ന് യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് പറയുകയാണ്. ആ പറയുന്ന രംഗമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സപ്തമസ്കന്ധം ഇവിടെ ഈ പ്രഹ്ലാദ ചരിതം യുധിഷ്ഠിര നാരദ സംവാദമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഊതി കർമ്മവാസനയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇല്ലാതാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഊതയ കർമ്മവാസന, അങ്ങനെ ഒരു ലക്ഷണമാണ് ഈ സപ്തമസ്കന്ധത്തിൽ പറയണത്. അപ്പം ഈ ചോദ്യത്തിന് ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ ദേവന്മാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണു, ദേവന്മാരോട് പ്രത്യേക താല്പര്യം എന്തുകൊണ്ടാണ് ഭഗവാൻ കാണിക്കുന്നത്? അസുരന്മാരോട് യഥാർത്ഥത്തിൽ ഭഗവാന് ഭയമൊന്നും ഇല്ലതാനും. ഇപ്പം ദേവന്മാരെ കൂട്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കുക. ഇതിപ്പോൾ അതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്തേ ഇങ്ങനെ ഭഗവാൻ ചെയ്യണത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അത്യത്ഭുതകരമായ ലീലയെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഭക്തിവർദ്ധനമാണ് അങ്ങയുടെ ചോദ്യം. അതിനുള്ള മറുപടി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ ആ വ്യാസമഹർഷിയെ നമസ്കരിച്ചിട്ടാകാം അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു തരാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഗീയതേ പരമം പുണ്യം ഋഷിഭിർനാരദാദിഭി നത്വാ കൃഷ്ണായ മുനയേ കഥയിഷ്യേ ഹരേ കഥാം. അപ്പം വ്യാസ ഭഗവാനെ നമസ്കരിച്ച ശേഷം പറയാം എന്ന് പറഞ്ഞ് ആദ്യം നമസ്കരിക്കണു. എന്നിട്ട് പറയാണ്, ജയപരാജയങ്ങൾ സംഭവിക്കുന്നത് ഗുണങ്ങൾക്ക് അനുസരിച്ചാണ്. സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ദേവന്മാർക്കും ഋഷിമാർക്കും ജയമുണ്ടാകും. രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണെങ്കിൽ രാക്ഷസന്മാർക്കും അസുരന്മാർക്കും വിജയം ഉണ്ടാകും. തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ യക്ഷന്മാർക്കും രക്ഷസുകൾക്കും ഒക്കെ ആയിരിക്കും വിജയം. അതായത് അതാത് കാലത്തിന് അനുസരിച്ചുള്ള വിജയമാണ്, അതാത് ഗുണങ്ങൾക്കനുസരിച്ചുള്ള വിജയമാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ആർക്കും ആരോടും ഒരു പ്രത്യേകതയും ഉണ്ടായിട്ടല്ല. അപ്പം ഗുണത്തിൻ്റെ ആധിക്യമനുസരിച്ച് ജയപരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. കാലമാണ് സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നത്. അതേ കാലം തന്നെയാണ് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് എങ്കിൽ സാത്വികന്മാരിൽ കൂടുതൽ പ്രിയമുള്ള ഈശ്വരൻ അവരോട് താല്പര്യം കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ സാത്വികന്മാരോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് തോന്നുമ്പോൾ അവരുടെ ശത്രുക്കളായ രാക്ഷസന്മാരോടും അസുരന്മാരോടും ഒക്കെ ഇഷ്ടക്കേട് കാണിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. കാലം ചരന്തം സൃജതീശ ആശ്രയം പ്രധാന പുംഭ്യാം നരദേവ സത്യകൾ യേഷരാജന്നപി കാല ഈശിത സത്വം സുരാനീകം ഇവയധയത്യതാം. അപ്പോൾ ഗുണത്തിന് സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ സത്വഗുണസമ്പന്നന്മാരായിട്ടുള്ളവരോട് പ്രിയം ഉള്ള ഭഗവാൻ അവരോട് കൂടുതൽ പ്രിയം കാണിക്കുന്നതായിട്ട്, ഉദാരകീർത്തിയായിട്ടുള്ള ആ കൃഷ്ണൻ ഭഗവാൻ പ്രിയം കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ മറ്റ് അസുരന്മാരോട് അത്ര പ്രിയമില്ലാത്തതായിട്ടും നമുക്ക് തോന്നും. അതാണ് ഇതിന് കാരണം. ആ രാജസൂയ സദസ്സിൽ സാക്ഷാൽ ഭഗവാൻ ശിശുപാലനെ നിഗ്രഹിച്ചു എങ്കിലും ആ ശിശുപാലൻ ഭഗവത് പാദത്തിൽ വന്ന് ലയിക്കുന്നത് കണ്ടപ്പോഴാണ് ധർമ്മപുത്രർക്ക് ഇത്ര ഒരു അത്ഭുതം തോന്നാൻ കാരണം. എന്തേ ഇങ്ങനെ ഉണ്ടായത് എന്ന ആ സംശയം ചോദിച്ചു. ദൃഷ്ട്വാ മഹാത്ഭുതം രാജസൂയേ മഹാകൃതൗ വാസുദേവേ ഭഗവതി സായുജ്യം ചേതി ഭൂഭുജാം
സായുജ്യം പ്രാപിച്ചത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്. അപ്പൊ ആ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, അഹോ അത്യത്ഭുതം ഹേതത് ദുർലഭൈകാന്തിനാമപി വാസുദേവേ പരേ തത്വേ പ്രാപ്തി ചൈദ്യസ്യ വിദ്വിഷ. ഭഗവാങ്കല് ഏകാന്ത ഭക്തി ഉള്ളവർക്ക് പോലും കിട്ടാത്തതായ സായുജ്യമുക്തി സദാ ഭഗവാനോട് ദ്വേഷം വച്ചുകൊണ്ടിരിക്കുന്ന ശിശുപാലന് കിട്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ അത്ഭുതകരമെന്ന് പറയാനുള്ള കാരണം. ഇത് അത്ഭുതകരമാണ്. അതുകൊണ്ട് ആണ് ഈ സംശയം ഉണ്ടായത്. അപ്പൊ സദാ ഈശ്വരങ്ങൾ കേവല ഭക്തന്മാർക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള സായുജ്യമുക്തി കിട്ടിയത് കൊണ്ടാണ് ഈ അത്ഭുതം തോന്നിയത്. ഇതിനെ ഒന്ന് വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നാരദ മഹർഷി, അവിടെ ഉണ്ടായിരുന്ന ആഹൃത മഹർഷി പറയാണ്, രാജാവേ, നിന്ദ, സ്തുതി, സൽക്കാരം, തിരസ്കാരം, ഇതിൻ്റെയൊക്കെ ബോധത്തിനായിട്ടാണ് ഈ ശരീരം വിവിധ ഘടകങ്ങളുടെ പരസ്പര വിവേകമില്ലായ്മത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനം കൊണ്ട് ദണ്ഡത്തിനും നന്ദിയിലും വൈഷമ്യത്തിലും ദ്രോഹവും എങ്ങനെ സാധാരണക്കാർക്കുണ്ടാകണോ അതേപോലെ ജീവികൾക്ക് ശരീരത്തിൽ അഭിമാനം വരുന്നതുകൊണ്ട് അതിൻ്റെ വധം കൊണ്ട് എങ്ങനെ വധവും വരുന്നുവോ അങ്ങനെ തന്നെ ഭഗവാന് അദ്വിതീയനായിട്ടുള്ള അവിടത്തേക്ക് ഒന്നിലും അഭിമാനമില്ല. അപ്പൊ നമുക്ക് ഈ ശരീരാദികൾക്ക് ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തിൽ ഉണ്ടാകുന്ന വികാരങ്ങളൊന്നും ആ ഭഗവാന് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ ആരാലാണ് ഈ ഹിംസ ചെയ്യപ്പെടുന്നത്? പറയാണ്, ഭഗവാനില് നിരന്തരമായ വൈരഭാവം കൊണ്ടോ ആരിലും വൈരഭാവം ഇല്ലാത്ത ഭക്തി കൊണ്ടോ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ കാമം കൊണ്ടോ എങ്ങനെയെങ്കിലും ഭഗവാങ്കൽ മനസ്സ് നിരന്തരം ഏകാഗ്രമാക്കണം. ഏതെങ്കിലും ഒരു വിധത്തിൽ ഭഗവാങ്കൽ മനസ്സ് ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ അത് ഭഗവത് ദർശനത്തിന്, ഈശ്വരന്റെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. അല്ലെങ്കിൽ അതിനോട് തന്നെ സായുജ്യം പ്രാപിക്കും എന്ന് പറയാണ്. ഏതുപോലെയാണിത്? പുഴുക്കള് ചുമരിലുള്ള കൂട്ടില് വേട്ടാളൻ അടയ്ക്കപ്പെട്ട് ദ്വേഷം കൊണ്ടും ഭയം കൊണ്ടും വേട്ടാളൻ സദാ അടയ്ക്കപ്പെട്ട ആ ദ്വേഷവും ഭയവുമാകുന്ന യോഗം കൊണ്ട് ആ പുഴു സദാ വേട്ടാളനെ വിചാരം ചെയ്ത് വേട്ടാളനെ പോലെ തന്നെ ആയിട്ട് തീരണു. അപ്പൊ ആ വൈരഭാവം കൊണ്ടും ദ്വേഷം കൊണ്ടും അങ്ങനെ തന്നെ ആയിട്ട് ഭവിക്കണു. എന്നിട്ട് പറയാണ്, ഭക്തി കൊണ്ട് എന്ന പോലെ തന്നെ കാമം, ദ്വേഷം, ഭയം, സ്നേഹം ഇവ കൊണ്ടും മനസ്സിനെ ഭഗവാങ്കൽ ഏകാഗ്രമാക്കിയിട്ട് കാമാദികൾ കൊണ്ടുള്ള ദ്വേഷം നശിപ്പിച്ച് അനേകം ആളുകൾ ഭഗവത് സ്വരൂപത്തെ പ്രാപിക്കുന്നു. എന്നാൽ ഇവിടെ പറയാണ്, ഇതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം എന്താണെന്ന് തോന്നുകയാണ്, വൈരഭാവത്തിൽ ഭഗവാനെ ഭജിക്കലാണ് ഭക്തി കൊണ്ട് സായുജ്യം പ്രാപിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നു. അതായത് നിരന്തര വൈരഭാവം കൊണ്ട് മനുഷ്യൻ എങ്ങനെ തന്മയീഭാവത്തിൽ എത്തിച്ചേരണോ അതേപോലെ എളുപ്പത്തിൽ ഭക്തി കൊണ്ട് തന്മയീഭാവത്തിൽ എത്തിച്ചേരണില്ല. അപ്പൊ സംരംഭയോഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാൻ പറ്റുന്നതുപോലെ ഭക്തി കൊണ്ട് സാധിക്കണില്ല. ഗോപ്യകാമാൽ ഭയാൽ കംസോ ദ്വേഷാൽ ചൈദ്യാദയോ നൃപ സംബന്ധാൽ വൃഷ്ണയ സ്നേഹാദ യൂയം ഭക്തിയാ വയം വിഭോ കഥമോപി നവേന സ്യാദ് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാൽ
കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയേൽ. ഇപ്പൊ ഗോപികമാര് ഭഗവാനെ കാമുകനായിട്ട് കണ്ടുകൊണ്ട് ആ പ്രേമഭാവം കൊണ്ട് അവര് ഭഗവത് ഭക്തി നേടി. ഭയം കൊണ്ട് കംസനും, ദ്വേഷം കൊണ്ട് ശിശുപാലനും, ബന്ധുത്വം കൊണ്ട് ചേർച്ച കൊണ്ട് യാദവന്മാരും, പറയാണ് ഇവിടെ സ്നേഹം കൊണ്ട്, ഇവിടെ ഭക്തി കൊണ്ട്, ആ സ്നേഹഭക്തി കൊണ്ട് എന്താണ് ഭക്തന്മാരും ഒക്കെ മുക്തി പ്രാപിക്കണു. ആ എന്താണ് സ്വന്തം രൂപത്തെ തന്നെ പ്രാപിച്ചു കൊടുക്കുന്നതാണ്. ഭഗവാന്റെ ഗതിയെ പ്രാപിക്കാൻ പല മാർഗങ്ങൾ ഉണ്ടായിട്ടും വേനന് മാത്രം അത് കിട്ടിയില്ല. കാരണം ഇതൊന്നും ഈ ദ്വേഷഭാവമോ വൈരഭാവമോ ഭയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാവം, ഭക്തി, ഇതൊന്നും വേനനില്ലാതിരുന്നത് കൊണ്ടാണ് വേനന് മാത്രം ഭഗവാൻ മുക്തി കൊടുക്കാത്തത് എന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാവം കാമുകനായിട്ട് കണ്ടാലും, ശത്രുഭാവത്തിൽ കണ്ടാലും, ഭയം കൊണ്ടാണെങ്കിലും ഭക്തി കൊണ്ടാണെങ്കിലും ബന്ധുത്വം കൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ഭാവത്തിൽ മനഃകൃഷ്ണേ നിവേശയിൽ ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ ആക്കുക തന്നെ വേണം. എന്നാൽ അവർക്ക് മുക്തി കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാൻ തുടങ്ങി. ഇപ്പൊ ഈ ശിശുപാലന് ഇപ്രകാരത്തിൽ ഒരു മോക്ഷം കൊടുക്കാനുണ്ടായ കാരണത്തെയാണ് പിന്നെ പറഞ്ഞത്. പണ്ട് സനകാദി മഹർഷിമാര് വൈകുണ്ഠനാഥനെ ദർശിക്കാനായിട്ട് ചെന്നു. എന്നാൽ കുട്ടികളായിട്ടുള്ള അവര് 5 വയസ്സ് പ്രായത്തിലൊക്കെ തോന്നിക്കുന്ന ആ കുട്ടികള് വൈകുണ്ഠനാഥനെ ദർശിക്കാൻ ചെന്നപ്പോ കുട്ടികളുടെ ഒരു തമാശയാണെന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് ഈ കാവൽക്കാര് കടത്തി വിട്ടില്ല. അപ്പൊ കോപിഷ്ഠരായവര് കാവൽക്കാരായിരുന്ന ജയവിജയന്മാരെ ശപിച്ചു. ശാപഗ്രസ്തരായിട്ടുള്ള അവർക്ക് അപ്പോഴാണ് ബോധം വന്നത് ഇവര് ഇത്ര ശ്രേഷ്ഠന്മാരാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ആ മഹാത്മാക്കളുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ച് ക്ഷമയാചിച്ചു. ശാപമോക്ഷം ചോദിക്കുമ്പോൾ ശാപം നിങ്ങൾക്ക് ഫലിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ശാപഗ്രസ്തരായിട്ട് തീരും. എന്നാൽ അത് പറയുമ്പോഴാണ് ഞങ്ങൾ എവിടെ പോയി ജനിച്ചാലും, എങ്ങനെ ഒക്കെ ആണെങ്കിലും, എവിടെയാണെങ്കിലും, ആരായിട്ട് ജനിച്ചാലും നിങ്ങൾ അസുരന്മാരായിട്ട് തീരട്ടെ എന്നാണ് ശാപം. അപ്പൊ ആരായിട്ട് ജനിച്ചാലും എവിടെ ജനിച്ചാലും ഞങ്ങൾക്ക് എപ്പോഴും ഭഗവത് ഭക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. കൂടാതെ മോക്ഷം ചോദിക്കുമ്പോൾ അപ്പൊ ആ ഭഗവത് ഭക്തി കൊടുത്തു എന്ന് മാത്രമല്ല 3 ജന്മങ്ങൾ നിങ്ങൾ ഇങ്ങനെ അസുരന്മാരായിട്ട് കഴിയേണ്ടി വരും. ആ 3 ജന്മം, ആ അസുരജന്മം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഭഗവാങ്കൽ തന്നെ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോരാ. ആ 3 ജന്മവും ഭഗവാൻ തന്നെ അവതാരമെടുത്ത് ഓരോ ജന്മത്തിലും നിങ്ങളെ നിഗ്രഹിക്കും. അങ്ങനെ 3 ജന്മം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു പോരാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ആ സനകാദി മഹർഷിയുടെ ശാപം കൊണ്ടാണ് ദിതിഗർഭത്തില്, ഇവിടെ ഒരു വലിയ കഥയൊക്കെ പറയേണ്ടത്, സന്ധ്യാസമയത്ത് കശ്യപനെ സമീപിച്ച് തനിക്ക് പുത്രനുണ്ടാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് മഹാദേവനെ സ്മരിക്കേണ്ട സമയമാണ്, പഞ്ചാക്ഷരം ജപിക്കേണ്ട സമയമാണ്. പഞ്ചഭൂതങ്ങളുടെ ശുദ്ധിക്കായിക്കൊണ്ട്, ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിക്കായിക്കൊണ്ട് പഞ്ചാക്ഷരം ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യന്തമംഗളം അജാത സമാനഭാവം ആര്യം ത്വമീശം അജരാമരമാത്മദേവം പഞ്ചാനനം പ്രബല പഞ്ചവിനോദശീലം സംഭാവയേ മനസി ശങ്കരം അംബികേശം. ആ അംബികാനാഥനായിട്ടുള്ള ഭഗവാനെ ഭജിക്കേണ്ട സമയമാണ്. 5 ശിരസ്സുകളാണ് അവിടത്തേക്ക്. 4 ശിരസ്സുകൾ 4 ദിക്കിലേക്കും ഒരെണ്ണം മുകളിലേക്കുമാണ്. പൂർവ്വദിക്കിലേക്കുള്ള ശിരസാണ് തൽപുരുഷൻ, അവിടെ തെക്ക് ഭാഗത്തേക്കുള്ളത് അഘോരൻ, പശ്ചിമ ദിക്കിലേക്കുള്ളത് സദ്യോജാതൻ, വടക്ക് ദിക്കിലേക്കുള്ളത് വാമദേവൻ, മുകളിലേക്കുള്ളത് ഈശാനൻ. അങ്ങനെ തൽപുരുഷ, അഘോര, സദ്യോജാത, വാമദേവ, ഈശാന ബ്രഹ്മങ്ങളിൽ നിന്ന്, ആ മുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണ് ന മ ശി വ യ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം.
ഭൂമിതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം. ആ പഞ്ചാക്ഷരം. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്ക് കാരണഭൂതനായിട്ടുള്ള ഈശ്വരനാണ് അവിടുന്ന്. ആ തിരുവമ്പിളാവിലപ്പൻ അങ്ങനെയാണെന്നാണ് ഇപ്പം പറഞ്ഞത്. അങ്ങനെയുള്ള ആ മഹാദേവനെ സ്മരിക്കേണ്ട ഈ സമയത്ത് മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. പുത്രനുണ്ടാകണം എന്നുള്ള ആഗ്രഹം കലശലായി കഴിഞ്ഞപ്പോൾ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തു. ഒപ്പം ശാപവും കൊടുത്തു. നിനക്ക് ഒന്നല്ല 2 പുത്രന്മാരുണ്ടാകും. ആ 2 പേരും ഈ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഭീകരന്മാരായിട്ടുള്ള അസുരന്മാരായിട്ട് തീരും. അങ്ങനെ ആ ശാപം കിട്ടിയിരിക്കുമ്പോഴാണ് സനകാദി മഹർഷിമാരുടെ ശാപം കൊണ്ട് ഭഗവത് പാർഷദന്മാരായ ജയവിജയന്മാര് ദിതിഗർഭത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ആ ഗർഭകാലം കുറച്ചൊക്കെ ഒന്ന് അടക്കി വച്ചെങ്കിലും പിന്നീടത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ 2 പുത്രന്മാർക്ക് ജന്മം കൊടുത്തു. അതാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും എന്ന് പറഞ്ഞു. ഇതിൽ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തിയായ ഭഗവാൻ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഹതോ ഹിരണ്യകശിപുർഹരിണാം സിംഹരൂപിണാം ഹിരണ്യാക്ഷോധരോദ്ധാരേ ബിഭ്രദാ സൗകരം വപൂ. ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി നിഗ്രഹിച്ചു. ഹിരണ്യകശിപുവിനെ നരസിംഹരൂപിയായിട്ടുള്ള ഭഗവാൻ കൊല്ലപ്പെട്ട നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോഴാണ് വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നത്. അങ്ങനെയുള്ള ആ ഹിരണ്യകശിപുവിന്റെ ഇവർ 2 പേരും വധിക്കപ്പെട്ടു. ആദ്യത്തെ ജന്മത്തില് വരാഹമൂർത്തിയെ കൊണ്ടും അതേപോലെ ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തിയും വധിച്ചു. ഇതിലാ ഹിരണ്യകശിപുവിന്റെ പുത്രന്റെ കഥ. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഹിരണ്യകശിപുവിന്റെ പുത്രൻ ഹിരണ്യകശിപുവിനെ പോലെ ദുഷ്ടനായിരുന്നില്ല. ഭഗവാങ്കല് എപ്പോഴും വിചാരം ചെയ്തുകൊണ്ടിരുന്ന ഭക്തോത്തമനായിരുന്നു. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഘാംസുരകരോ നാനായാതന മൃത്യുഹേതവേ. നമ്മുടെ നരസിംഹമൂർത്തിയാൽ ഹിരണ്യകശിപു വധിക്കപ്പെടുന്നതിന് മുൻപ് പുത്രനായ ആ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പീഡനങ്ങളും അനുഭവിപ്പിച്ചു, ദ്രോഹങ്ങളൊക്കെ ചെയ്തു എന്നാണ്. ആ പ്രഹ്ലാദൻ എങ്ങനെയാ എല്ലായിടത്തും ഈശ്വരനെ, സർവ്വതിലും ഈശ്വരനെ കണ്ടുകൊണ്ട് സഞ്ചരിച്ച ആ പ്രഹ്ലാദൻ പരമ ഭാഗവതനാണ്. അങ്ങനെയുള്ള പ്രഹ്ലാദന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നാൽ അങ്ങേക്ക് ഈ സംശയങ്ങളൊക്കെ മാറും. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേന അച്യുത സാത്മതാം നീതൗ പുനർഹരേ പാർശ്വം ജഗ്മദുർവിഷ്ണു പാർശ്വതു. അപ്പൊ ഇവിടെ പറയാണ്, തുടർച്ചയായ എപ്പോഴും ആ ഭഗവാനോടുള്ള വിരോധം വെച്ചുകൊണ്ട് തീവ്രമായ ആ ശത്രുഭാവം കൊണ്ട് ഭഗവത് സ്വരൂപം പ്രാപിച്ച ആ പാർഷദന്മാര് പിന്നെയും അവിടുത്തെ സമീപം തന്നെ പ്രാപിച്ചു എന്നാണ് കഥ. അതായത് 3 ജന്മങ്ങൾ ഇങ്ങനെ ഭഗവാനോട് ശത്രുത വച്ച് പുലർത്തി ഭഗവാനാൽ തന്നെ വധിക്കപ്പെട്ടു. എങ്കിലും 3 ജന്മം കഴിഞ്ഞപ്പോ ആ ഇവിടെ ജയവിജയന്മാര് ശാപം കഴിഞ്ഞ് പൂർത്തിയാക്കി, ശാപകാലമൊക്കെ പൂർത്തിയാക്കിയിട്ട് വീണ്ടും ഭഗവാങ്കൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോഴാണ് ഇവിടെ ഭഗവത് ഭക്തനും അതേപോലെ ഭഗവാന്റെ പുത്രൻ എന്ന് പോലും വിളിച്ചു എന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദനോട് എന്തുകൊണ്ടാണ് ഈ ഹിരണ്യകശിപുവിന് ഇത്രയേറെ ദ്വേഷം വരാൻ കാരണം? എന്ത് കാരണം കൊണ്ടാണ് പ്രഹ്ലാദന് ഭഗവാനിൽ ഇത്രമാത്രം ഭക്തി ഉണ്ടായത്? രണ്ട് തരത്തിലുള്ള ചോദ്യമാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനോട് ഇത്ര വിരോധം വരാൻ കാരണം? ഏത് കാരണം കൊണ്ടാണ് ഭഗവത് ഭക്തി ഇത്രയേറെ അസുരബാലനായിട്ടുള്ള ഈ പ്രഹ്ലാദന് ഉണ്ടാകാൻ കാരണം?
ഇതാണ് ധർമ്മപുത്രരുടെ മറ്റൊരു ചോദ്യം. വിദ്വേഷോ ദൈതേ പുത്രേ കഥമാസീൻ മഹാത്മനി ബ്രൂഹിമേ ഭഗവന്യേന പ്രഹ്ലാദസ്യ അച്യുതാൽപത. അപ്പൊ ആ പ്രഹ്ലാദന് ഭഗവാനോട് ഇത്ര തീവ്രമായ ഭക്തി, ഏകാന്ത ഭക്തി ഉണ്ടാകാൻ എന്തേ കാരണം? അങ്ങനെയുള്ള ഭക്തനോടുള്ള വിദ്വേഷത്തിന് എന്തേ കാരണം പിതാവായ ഇദ്ദേഹത്തിന്? അപ്പോഴാണ് ആ കഥ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. സഹോദരനായ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടപ്പോ ദുഃഖിതയായ അമ്മ ദിതിയെയും അദ്ദേഹത്തിന്റെ പത്നിയെയും ആശ്വസിപ്പിച്ചു സഹോദരനായ ഹിരണ്യകശിപു. ജനന മരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ ഈശ്വരന്റെ നിശ്ചയമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിച്ചിട്ട് മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി. ദിമൂർധൻ, ത്രക്ഷൻ, ശംബരൻ, ശതബാഹു, ഹയഗ്രീവൻ, നമുചി, പാകൻ, ഇല്വരൻ, വിപ്രചിത്തി, ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ ശൂലമെടുത്ത് കയ്യിൽ പിടിച്ച് പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്റെ സഹോദരനെ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സഹോദരനെ നിഗ്രഹിച്ച ആ ദുഷ്ടനോട് ഞാൻ, ആ വിഷ്ണുവിനോട് ഞാൻ പകരം ചോദിക്കാനായിട്ട്, ശക്തി ആർജിക്കാൻ തപസ്സിനായിട്ട് പോവുകയാണ്. ഇനിയുള്ള സമയത്ത് നിങ്ങൾ വേണം ഇവിടെ നോക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശൂലമെടുത്ത് പ്രതിജ്ഞ ചെയ്തു. എന്താണ്? രുധിരപ്രിയം തർപ്പയിഷേ ഭ്രാതരം മേ ഗതവ്യഥ. എന്റെ കയ്യിലിരിക്കുന്ന ഈ ശൂലം ഞാൻ തപസ് ചെയ്ത് ശക്തി ആർജിച്ച് തിരിച്ചു വന്ന് ഈ ശൂലം ഞാൻ ആ വിഷ്ണുവിന്റെ മാറിടത്തിൽ കുത്തിക്കയറ്റി അവിടെ നിന്ന് പുറത്തു വരുന്ന ആ ചോര ഞാൻ രണ്ട് കൈകൊണ്ടും വാങ്ങിച്ച് ആ ചോര കൊണ്ട് ഞാൻ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്ത് പകരം തീർക്കും, പകരം വീട്ടും. അതുവരെ നിങ്ങൾ ഇവിടെ വേണ്ടതുപോലെ ഈ രാജ്യം ഭരിച്ചുകൊണ്ട് നോക്കി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാനായിട്ട് തുടങ്ങി. എന്നാൽ അത്യധികം ദുഃഖിതരായിട്ടുള്ള അമ്മയെയും ആ ദിതിയെയും ഹിരണ്യാക്ഷന്റെ പത്നിയെയും അദ്ദേഹം ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു എന്നാണ്. പണ്ട് സുയജ്ഞൻ എന്നൊരു രാജാവ് യുദ്ധത്തിന് പോയി. കുറെ പ്രായം ചെന്നയാളാണ്. യുദ്ധത്തിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിമാര് വാവിട്ട് കരഞ്ഞു. പലരും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും കിട്ടിയില്ല. ആശ്വാസവാക്കുകളൊന്നും വിലപ്പോകാതെ വന്നപ്പോ ഈ യമധർമ്മൻ തന്നെ ഒരു ബാലരൂപിയായിട്ട് വന്നിട്ട് ഈ സുയജ്ഞന്റെ ഭാര്യമാരെ ഒന്ന് ഉപദേശിക്കാന്ന് കണക്കാക്കി വരികയാണ്. ആ ബാലരൂപത്തിൽ വന്ന യമധർമ്മൻ പറയാണ്, നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ? അഹോ അമീഷാം വയസാധികാനാം വിപശ്യതാം ലോകവിധിം വിമോഹ എത്ര ആഗതസ്തത്ര ഗതം മനുഷ്യം സ്വയം സധർമ്മ അഭിശോചന്ത്യപാർത്ഥം. ഇത്ര പ്രായമായില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ലോകത്തിന്റെ വിധി, ലോകഗതി നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ജനിച്ചവർക്കൊക്കെ എന്തുണ്ട്? മരണമുണ്ട്. ഉണ്ടായതിനൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നാശമുണ്ട്. അത് നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ട് ഈ പ്രായത്തിനിടയിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ? അത് ഗൃഹത്തിൽ, നമ്മുടെ ഗൃഹത്തിൽ പലരുടെയും ചിത്രം ചുമരയിലിരിപ്പുണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മൾക്ക് എന്ത് ബോധം ഉണ്ടാകണം? ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ചിത്രവും എവിടെ കയറും? ഈ ഭിത്തിയില് കയറും എന്നുള്ള ചിന്ത ഉണ്ടാകണം. അപ്പൊ ഇതാണ് ലോകഗതി, ലോകത്തിന്റെ വിധി ഇതാണ്, ലോക നിയമമാണിത്. അതായത് ഏതെങ്കിലും ജനിച്ചവർക്കൊക്കെ മൃത്യുഹു ജന്മവതാംവീര ദേഹേന സഹജായതേ അദ്യവാ അബ്ദശതാം ദേവ് വാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ. ജനിച്ചവർക്കൊക്കെ മരണമുണ്ട്. അത് ഇന്നാണോ, നാളെയാണോ, മറ്റന്നാളാണോ, കുറച്ച് നാളുകൾക്ക് ശേഷമാണോ എന്നൊന്നും ആർക്കും അറിയില്ല. എന്നായാലും ഒരു ദിവസം മരണം സംഭവിക്കുമെന്ന് ഇത്ര പ്രായമായിട്ടും നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? ഇത് ഈ ലോക നിയമമാണിത്. ജനിച്ചവർക്കൊക്കെ മരണം ഉണ്ടാകും. ഉണ്ടായതിനൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നാശം ഉണ്ടാകും. ഒന്നും എന്തല്ല, സ്ഥിരമല്ല. ലോകം ശാശ്വതമല്ല. ജീവിത സുഖ ദുഃഖങ്ങൾ മായും വരും ശോകം. മായിക ബുദ്ബുദങ്ങൾ മറയും പായും സരിസഞ്ചയം. ഈ ലോകം പോലും ശാശ്വതമല്ല.
അങ്ങനെ ഇരിക്കെ ഒന്നും ശാശ്വതമല്ല, നമ്മുടെ ഈ ശരീരവും ശാശ്വതമല്ല, ഒന്നും ശാശ്വതമല്ല എന്നാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിലപിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകവിധിയെ അനുസരിച്ച് ജീവിക്കുകയാണ് അത്യാവശ്യമെന്ന് പറഞ്ഞു കൊടുത്ത് ആ വിവരമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ സഹോദരനെ നിഗ്രഹിച്ച ആ വിഷ്ണുവിനോട് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മന്ദരപർവ്വതത്തിലേക്ക് തപസ്സിന് പോയി എന്നാണ്. സതേപേ മന്ദരദ്രോണ്യം തപപരമദുസ്ഥരം ഊർധ്വബാഹു നഭോ ദൃഷ്ടി പാദാങ്കുഷ്ടശ്രിതാവനി. കൈ രണ്ടും മേലോട്ട് പിടിച്ച് തള്ളവിരൽ നിലത്തുകുത്തി ദൃഷ്ടി മേപ്പോട്ടാക്കി കഠിനമായി ബ്രഹ്മദേവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ സഹോദരനെ കൊന്ന ആ വിഷ്ണുവിനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് അതിഗംഭീരമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലം കുറെ കഴിഞ്ഞു. ആ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് വന്നിട്ട് പറയാണ്, ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ തപക് സിദ്ധോസി കാശ്യപ വരദോഹമനുപ്രാപ്തോ വ്രിയതാം ഈപ്സിതോ വര. ഹേ കശ്യപനന്ദന, എഴുന്നേൽക്കൂ, അങ്ങയുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്, ഏത് വരം വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. എന്ത് ചോദിച്ചാലും തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോ അദ്ദേഹം ആദ്യം തന്നെ പറയും, എനിക്ക് മരണമുണ്ടാകരുത്, അങ്ങനെ ഒരു വരം തരാൻ ഞാൻ അശക്തനാണ്. ഉപാധിയോടുകൂടി വരം ചോദിക്കാൻ ആവശ്യപ്പെടുമ്പോഴാണ് മരണം കടന്നു വരുന്ന മാർഗങ്ങളെയൊക്കെ ആലോചിച്ച് അദ്ദേഹം വരം ചോദിക്കാൻ തുടങ്ങി. അങ്ങയുടെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നും എന്നെ കൊല്ലരുത്, പിന്നെ അകത്തു വെച്ച് മരണം നടക്കരുത്, പുറത്തു വെച്ച് മരണം നടക്കരുത്, ഭൂമിയിൽ വെച്ച് മരണം നടക്കരുത്, ആകാശത്ത് വെച്ച് നടക്കരുത്, മനുഷ്യനാകരുത്, മൃഗമാകരുത്, മഹാസർപ്പങ്ങളെ കൊണ്ട് എനിക്ക് മരണം ഉണ്ടാകരുത്. ഇങ്ങനെ മരണം കടന്നു വരാൻ സാധ്യതയുള്ള വാതിലുകളൊക്കെ അടച്ചുകൊണ്ട് മരണം ചോദിക്കുകയാണ്. അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം. പറയാണ്, തന്നെ ജയിക്കാൻ ആർക്കും സാധിക്കരുത്. സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മന തപോ യോഗപ്രഭാവാണാം എന്ന ഋഷിതി ഗർഹിച്ചിൽ. അപ്പൊ ഈ സർവരെയും ജയിക്കണം. തപസ്സുകൊണ്ടും യോഗം കൊണ്ടും അത്യുന്നതമായ അവസ്ഥ പ്രാപിച്ചവർക്ക് പോലും എന്താണ്, അങ്ങേക്കും ലോകപാലന്മാർക്കും എല്ലാം എപ്രകാരമാണോ അപ്രകാരം നശിക്കാത്ത ഐശ്വര്യം എനിക്ക് തരണം. ബ്രഹ്മാവിനോട് പറയാം, അങ്ങയെ പോലെ തന്നെ ഐശ്വര്യം എനിക്കും ഉണ്ടാക്കണം. അതേപോലെ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടെങ്കിൽ ലോകപാലന്മാർക്കുള്ള സകല ഐശ്വര്യം എനിക്കുണ്ടാക്കണം. തപസ്സുകൊണ്ടും യോഗം കൊണ്ടും സിദ്ധിച്ച അത്യുന്നതമായിട്ടുള്ള അവർക്കൊക്കെ കിട്ടുന്ന സർവ്വ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടണം. ഞാൻ ഏക ഛത്രാധിപനായിട്ട് തീരണം എന്ന് വരം ചോദിച്ചു. ആ മരണം കടന്നു വരാൻ സാധ്യതയുള്ള സകല മാർഗങ്ങളും അടച്ച് വരം ചോദിക്കും. അതൊക്കെ അനുസരിച്ചു എന്നാണ്, അതൊക്കെ അംഗീകരിച്ച് വരം കൊടുത്തു. ആ വരത്തിൽ അഹങ്കരിച്ച ഹിരണ്യകശിപു തിരിച്ചു വന്ന് ഭൂലോകത്തെയും സ്വർഗലോകത്തെയും സർവ്വലോകങ്ങൾ അവിടെ നിന്ന് ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ആ വരം കിട്ടിയപ്പോ എന്തുണ്ടായതാണ്? ഏവം ലബ്ധവരോ ദൈത്യോ ബിഭ്രദ്ധേവയം ബഭൂ ഭഗവത്യാഗരോദ്വേഷം ഭ്രാതുർവധമനുസ്മരൻ. അപ്പൊ ആ ബ്രഹ്മാവിങ്കൽ നിന്ന് വരം നേടിയ ആ ഹിരണ്യകശിപു സ്വർണതുല്യമായിട്ടുള്ള ശരീരം ധരിച്ച സഹോദരന്റെ വധത്തെ പറ്റി ഓർത്ത് ഭഗവാങ്കല് നിരന്തരം ദ്വേഷം ഉണ്ടായിരുന്നു. ആ വെറുപ്പ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരുന്നതാണ്. നിരന്തരമായുള്ള ചിന്ത കൊണ്ട് ദ്വേഷം വർദ്ധിച്ചു വരണു. അങ്ങനെ ആ വിഷ്ണുവിന്റെ ഐശ്വര്യം വർദ്ധിക്കാനുള്ള സകല സൽക്കർമ്മങ്ങളും അങ്ങനെ നിർത്തിവെച്ചു. യാഗങ്ങള്, യജ്ഞങ്ങള്, സൽക്കർമ്മങ്ങള്, നാമജപം, സർവ്വതും സത്സംഗങ്ങളെല്ലാം നിർത്തിവയ്പ്പിച്ചു എന്നാണ്. ഇനി ആ വിഷ്ണുവിന് ഐശ്വര്യം വർദ്ധിക്കുന്ന യാതൊരു വിധത്തിലുള്ള കർമ്മവും പാടില്ലെന്ന് എല്ലാവരെയും വിലക്കി. അങ്ങനെ എല്ലാവരെയും തൻ്റെ ആ നിർദ്ദേശത്തിന് അനുസരിക്കുന്നവരാക്കി മാറ്റിയെന്നാണ്. മാത്രമല്ല എത്രയെത്ര മഹർഷിമാരൊക്കെ ആ ഹിരണ്യകശിപുവിനെ സ്തുതിക്കുന്നവരായിട്ട് തീർന്നു എന്നാണ്, സ്തുതിപാഠകന്മാരായിട്ട് തീർന്നു.
അങ്ങനെ കാരണം അവനവന്റെ ജീവിതം കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പേടിച്ചു വിറച്ച് ആ നിർവാഹമില്ലാതെ ഹിരണ്യകശിപുവിനെ സ്തുതിക്കുന്നവരായിട്ട് തീർന്നു തപസ്വികള് മുനിമാര് പോലും എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുണ്ടായതാണ് ഈ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാര് സകലരും മഹർഷിമാരെല്ലാവരും കൂടി ചെന്ന് ആ വൈകുണ്ഠനാഥനെ ചെന്ന് കണ്ട് സങ്കടം ബോധിപ്പിച്ചു എന്നാണ്. നിവൃത്തിയില്ല, സകലരെയും അവൻ അടിമയായിട്ട് വച്ചിരിക്കുകയാണ്. സ്വർഗലോകത്തെ സുഖങ്ങളൊക്കെ ഇപ്പൊ അനുഭവിക്കണത് അവനാണ്, ആ അസുരന്മാരുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണേ എന്ന് ആവശ്യപ്പെടുമ്പോ ഭഗവാൻ പറയാണ്, നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനേ പ്രഹ്ലാദായ യഥാദ്രുഹ്യേൽ ഖനിഷ്യേപി പരോർജിതം. ആരിലും വൈരമില്ലാത്തയാളാണ്, ശാന്തസ്വരൂപനാണ്, മഹാത്മാവുമാണ്. തൻ്റെ പുത്രനുമായിട്ടുള്ള പ്രഹ്ലാദനെ എപ്പോഴാണോ ആ ദുഷ്ടൻ ദ്രോഹിക്കണത്, ആ ബ്രഹ്മാവിൽ നിന്നും കിട്ടിയ വരം കൊണ്ട് എപ്പോഴാണോ ദ്രോഹിക്കണത്, ആ സന്ദർഭത്തിൽ ഞാൻ അവതരിച്ച ആ ദുഷ്ടനെ നിഗ്രഹിക്കും. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാദ്രുഹ്യേൽ ഖനിഷ്യേപി വരോർജിതം. വരത്തിന്റെ ബലം കൊണ്ട് അഹങ്കരിച്ചിട്ടാണ് ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പുത്രനും ശാന്തനും മഹാത്മാവുമായിട്ടുള്ള പ്രഹ്ലാദനോട് ദ്വേഷം കാണിച്ച് ഒരുപാട് ദണ്ഡിപ്പിക്കണത്, പീഡനം അനുഭവിക്കണത്. അവന് സഹിക്കവയ്യാതെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അവതരിച്ച് ആ ദുഷ്ടനെ കൊല്ലും. അതുവരെ ദേവന്മാരെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ അവരൊക്കെ തിരിച്ചുപോയി. എല്ലാ ലോകര് മുഴുവനും ഹിരണ്യകശിപുവിന്റെ ആജ്ഞയെ പാലിച്ചു കൊണ്ടിരിക്കുമ്പോ ഹിരണ്യകശിപു നോക്കുമ്പോ തന്റെ പുത്രൻ മാത്രം ആ വിഷ്ണുവിനെ സദാ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ന്യസ്തക്രീഡന ഗോപാലോ ജഡപത്തൻ മനസ്തയാ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം ആസീന പര്യടന്നശ്നൻ ശയാന പ്രഭിബൻ ബ്രുവൻ നാനുസന്ധത്തയേതാനി ഗോവിന്ദ പരിരംഭിതാം. കൃഷ്ണഗ്രഹം ബാധിച്ചതുപോലെ തോന്നിയിട്ട് സദാ ഭഗവാങ്കൽ മനസ്സർപ്പിച്ചിട്ട് ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോഴൊക്കെ ആ ഭഗവത് ചിന്തയിൽ മുഴുകിയിട്ട് പൊട്ടിക്കരയും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ വിതുമ്പിക്കരയും, ചിലപ്പോൾ ഭഗവാനെ പോലെ അഭിനയിക്കും. അങ്ങനെ ഓരോരോ തന്നെയും പരിസരത്തെയും മറന്ന് പ്രഹ്ലാദൻ ഓരോരോ ചേഷ്ടകൾ കാണിക്കുമ്പോൾ ഇവനെ ഇങ്ങനെ വിട്ടാൽ പോരാമെന്ന് കണക്കാക്കിയിട്ട് ഗുരുപുത്രന്മാരെ വിളിച്ചു വരുത്തിയിട്ട് തങ്ങൾക്ക്, അതായത് അസുരന്മാർക്ക് യോജിച്ച വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നിർബന്ധിച്ച് അവനെ ആ ഗുരുകുല വിദ്യാഭ്യാസത്തിനായിട്ട് ഷണ്ടാമക്കന്മാരുടെ കൂട്ടത്തിൽ പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ വെച്ച് കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് എന്തുണ്ടായി എന്നാണ്, ഗുരുക്കന്മാരുടെ അസാന്നിധ്യത്തില് അവരില്ലാത്ത സമയം നോക്കി ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഇനി ഉറക്ക ജപിച്ചില്ലെങ്കിലും മനസ്സിൽ എപ്പോഴും ആ ഭഗവത് വിചാരം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഷണ്ടാമർക്കന്മാരോട് കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രഹ്ലാദനെ അവർ കൂട്ടിക്കൊണ്ടുവന്ന് പ്രഹ്ലാദനെ മടിയിലിരുത്തിക്കൊണ്ട് ഈ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, പുത്ര പ്രഹ്ലാദ വത്സ, നീ കുറേ നാളായില്ലേ ഇവിടെ നിന്ന് പോയിട്ട്, കുറേ ദിവസങ്ങളായില്ലേ പോയിട്ട്? ആ ഗുരുകുലത്തിൽ നീ ഇത്രയും കാലം പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണോ അത് ഈ അച്ഛനെ പറഞ്ഞ് കേൾപ്പിക്കൂ എന്നാവശ്യപ്പെട്ടു. ഞാൻ പറയട്ടെ അച്ഛാ, അവിടെ നിന്ന് എന്നെ ഏതെങ്കിലും ചീത്ത പറയൂ? ഇല്ല വത്സ, കുമാര, പറയൂ, എന്താണ് നീ പഠിച്ചത്? അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ അച്ഛനെ പറഞ്ഞു കേൾപ്പിക്കൂ എന്ന് ആവശ്യപ്പെടുമ്പോ അവിടെ നിന്ന് പറയാണ്, ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേ അധീതമുത്തമം
നവധാ ഭക്തിയെക്കുറിച്ച്, ശ്രവണ കീർത്തന മനനാദികളിലൂടെ ഉത്തമ ഭക്തി കൈവരിക്കുന്നതിനെ കുറിച്ച് ആ പ്രഹ്ലാദൻ അവിടെ അച്ഛനോട് പറയാണ്, ഇത്രയും നാള് പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അച്ഛാ ശ്രവണ കീർത്തന മനനാദികളിലൂടെ ആ ഹരിഭക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ക്രുദ്ധനായി. ആ ഗുരുക്കന്മാരുടെ നേർക്ക് നോക്കുകയാണ്, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്? ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ക്രുദ്ധനായിക്കൊണ്ട് ചോദിക്കുമ്പോ പേടിച്ചു വിറച്ച് അവര് പറയാണ്, ഇത് ഞങ്ങളാരും ഗൃഹത്തിൽ പഠിപ്പിച്ചതല്ല, ഞങ്ങളാരും പഠിപ്പിച്ചില്ല, ഗൃഹത്തിൽ വേറെ ആരും പഠിപ്പിച്ചതല്ല. രാജാവേ, ഈ കുട്ടിയിൽ ഇത് പ്രകൃത്യ ജന്മനാ ഉള്ളതാണ്. നൈസർഗികീയം മതിരസ്യ രാജൻ നിയച്ഛമന്യും കദദാസ്മമാനാം. ഈ കുട്ടിയിൽ ഇത് നൈസർഗികമായിട്ടുള്ളതാണ്, പ്രകൃത്യ ജന്മനാ ഉള്ളതാണ്. ഇത് ഞങ്ങളാരും പഠിപ്പിച്ചതല്ല, അതുപോലെ തന്നെ ഗൃഹത്തിൽ മറ്റാരും പഠിപ്പിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോ അവിടെ നാരദ മഹർഷി പറയാണ്, ഇവിടെ ആ ഗുരുപുത്രന്മാർ ഇപ്രകാരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ഹിരണ്യകശിപു ആ പുത്രന്റെ അടുത്ത് പറയാണ്, നിന്റെ ഈ ബുദ്ധി ഗുരുമുഖത്ത് നിന്ന് കിട്ടിയതല്ല എങ്കിൽ പിന്നെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത്ര വ്യക്തമായിട്ട് നീ ഈ നവതാഭക്തിയെ കുറിച്ച് പറഞ്ഞെങ്കിൽ നിനക്കത് ആരുടെയെങ്കിലും മുഖത്ത് നിന്ന് കിട്ടിയതായിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് പറഞ്ഞു തന്നത്? ഈ ഗുരുക്കന്മാര് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ പ്രഹ്ലാദൻ പറയാണ്, മതിർന്ന കൃഷ്ണേ പരതസ്വതോവാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം അദാന്തഗോഭിർവിശദാം തമിശ്രം പുനഃ പുനഃ ചർവിത ചർവണാനാം. നോക്കൂ, പറയാണ്, ഈ ഗൃഹാദികളിൽ ഇങ്ങനെ മുഴുകിക്കിടക്കുന്നവർക്ക് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാങ്കൽ ആ കൃഷ്ണനില് ബുദ്ധി സ്വാഭാവികമായിട്ടോ ഗുരുമുഖത്ത് നിന്നോ അല്ലെങ്കിൽ പരസ്പരമോ ഒരിക്കലും എന്താണ് പറയാണ്, എവിടെ നിന്നെങ്കിലും കിട്ടിയേ മതിയാകൂ. അപ്പൊ ആ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്നോ കിട്ടിയിരിക്കും. അപ്പൊ ആ ഭഗവാങ്കൽ ആ ബുദ്ധി ചിലർക്ക് ജന്മനാക്ക് തന്നെ കിട്ടും, ചിലപ്പോൾ ഗുരുമുഖത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുകൊണ്ട് മനസ്സുകൊണ്ട് തൻ്റെ ഗുരുവായിട്ടുള്ള ആ നാരദ മഹർഷിയെ സ്മരിച്ചു. ഇത് എപ്പോഴാണ് തനിക്ക് കിട്ടിയതെന്ന് പിന്നെ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഈ ഹിരണ്യകശിപു തപസ്സിന് പോയ സന്ദർഭത്തില് കയാധു, ആ ഹിരണ്യകശിപുവിന്റെ പത്നിയായിരുന്ന കയാധു ഗർഭിണിയായിരുന്നു. ഹിരണ്യകശിപു തപസ്സിന് പോയി കഴിഞ്ഞപ്പോ ദേവേന്ദ്രൻ മറ്റ് സൈന്യവുമായിട്ട് വന്ന് ഈ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അസുര സൈന്യം ഛിന്നഭിന്നമായി പോയി. ഹിരണ്യകശിപുവിന്റെ പത്നിയായ കയാധുവിന്റെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിടിച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന നാരദ മഹർഷി പറയാണ്, ഹേ ദുഷ്ട, ഇവിടെ അങ്ങനെ ദേവേന്ദ്രനോട് പറയാണ്, ഹേ ദേവേന്ദ്ര, ഇങ്ങനെ ചെയ്യരുത്, നീ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ പറയാണ്, ഇവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്, അവൻ എന്റെ ശത്രുവാണ്, അതുകൊണ്ട് തൽക്കാലം ഇവൾ എന്റെ കൂടെ തന്നെ നിൽക്കട്ടെ, ഇവൾ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയെ നിഗ്രഹിച്ചിട്ട് ഞാൻ വെറുതെ വിട്ടോളാം. ഇത് പറയുമ്പോഴാണ് ആ മഹർഷി പറയണത്, നിനക്ക് ഒരിക്കലും ഇവളുടെ ഉള്ളിൽ വളരുന്ന ആ കുട്ടിയെ സ്പർശിക്കാൻ പോലും സാധിക്കില്ല. ഭഗവത് ഭക്തനായിട്ട് തീരാനുള്ളവനാണവൻ, അതുകൊണ്ട് സ്പർശിക്കാൻ പോലും സാധിക്കില്ല, നിന്റെ മോഹം നടക്കില്ല. വിട്ടയക്കാനായിട്ട് നിർദ്ദേശിക്കുമ്പോൾ ഭഗവത് ഭക്തനായിട്ട് തീരാനുള്ളവനാണ് എന്ന് കേൾക്കുമ്പോൾ ആ ദേവേന്ദ്രൻ വിട്ടയക്കണു. അങ്ങനെ ദേവേന്ദ്രൻ വിട്ടയച്ച ആ കയാധുവിനെ, ഗർഭിണിയായ കയാധുവിനെ നാരദ മഹർഷി സ്വന്തം ആശ്രമത്തിൽ കൊണ്ടുപോയി രക്ഷിച്ചു. ആ സന്ദർഭത്തിൽ കയാധുവിന് പറഞ്ഞുകൊടുത്ത കഥകളാണ് ആ അമ്മ മാത്രമല്ല അനുഭവിച്ചത്, ഗർഭസ്ഥ ശിശുവായി കിടന്ന പ്രഹ്ലാദനും അത് അനുഭവമായിട്ട് വന്നു എന്നാണ്. ജയതി ജഗതിമായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ജാഗലയ്യ ധ്രുവപദമഭിയാതോ യൽകൃപാദോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഇന്ന് നാരദ മഹർഷി അനവധി പേരെ വഴിമുട്ടി നിൽക്കുന്നവരെ വഴി കാണിച്ചു കൊടുത്ത ഉത്തമനായ ഗുരുനാഥനാണ്.
അപ്പൊ ആ കയാധു ഗർഭിണിയായിരിക്കുമ്പോൾ തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് താമസിച്ച് ഭഗവത് കഥകളെ, ആ ഉത്തമ കഥകളെ പറഞ്ഞു കൊടുത്തത് കയാധു മാത്രമല്ല കേട്ടത്, ഉള്ളിൽ കിടന്ന കുട്ടിക്ക്, ആ പ്രഹ്ലാദന് അനുഭവമായിട്ട് തീർന്നു എന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ ഇത്ര ഭക്തിയിലേക്ക് വരാൻ കാരണം. അപ്പൊ ഒന്നുകിൽ ജന്മസിദ്ധമായിട്ടാകാം, അല്ലെങ്കിൽ ഗുരുപദേശം കൊണ്ടാകാം. ഇപ്പൊ അമ്മയുടെ ഉള്ളിൽ കിടന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് ആ കുട്ടിക്ക് അനുഭവമായി എന്നാണ്. ഗർഭാവസ്ഥയില് ആ ഗർഭസ്ഥ ശിശുക്കള് അമ്മയുടെ അനുഭവങ്ങളൊക്കെ, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും അനുഭവങ്ങളൊക്കെ ഗർഭസ്ഥ ശിശുവിനും അനുഭവമാകുമെന്നാണ് കപിലദേവൻ. എല്ലാ അനുഭവങ്ങളും, ആ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും സകല അനുഭവങ്ങൾ, മനസ്സിന്റെ വികാര വിചാരങ്ങൾ, ഇതെല്ലാം ആ കുട്ടിയെ ബാധിക്കും. ഇപ്പൊ ഇവിടെ പറഞ്ഞു കൊടുക്കുക, ആ കുട്ടിക്കത്, ആ പ്രഹ്ലാദനാണ് അത് അനുഭവത്തിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇത്രയും പറഞ്ഞാൽ അനുസരണയില്ലാത്തവനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ ഈ ഗുരുപുത്രന്മാര് പറയാണ്, എന്ത് ചെയ്യണം? കുറച്ചു കാലം കാത്തിരിക്കണം. ഇമം ദുപാശൈർവരുണസ്യ ബദ്ധ്വാ നിധേഹി ഭീതോ ന പലായതേ യഥാ ബുദ്ധിശ്ച പുംസോ വയസാര്യസേവയാ യാവത് ഗുരുർഭാർഗവ ആഗമിഷ്യതി. ആ ശുക്രാചാര്യര് മടങ്ങി വരുന്നത് വരെ ഇവനെ ഇവിടെ എന്ത് ചെയ്യണം? ബന്ധനത്തിൽ ഇടണം. എങ്ങോട്ടും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി വരുണപാശം കൊണ്ട് ബന്ധിക്കണം. മനുഷ്യന്റെ ബുദ്ധി കാലം കൊണ്ടും സജ്ജന സേവ കൊണ്ടും ക്രമത്തില് നന്നായിക്കൊള്ളും. അപ്പൊ ആ സജ്ജന സേവ കൊണ്ട്, അതുപോലെ കാലം കൊണ്ടൊക്കെ ബുദ്ധി നേരെയാകും എന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഗുരുപുത്രന്മാര് പറഞ്ഞതനുസരിച്ച് ഇവനെ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, രാജാക്കന്മാരുടെയും അതേപോലെ ഗൃഹസ്ഥന്മാരുടെയൊക്കെ ധർമ്മം ഇവൻ ഉപദേശിക്കണം എന്ന് ഹിരണ്യകശിപു ഉപദേശിക്കുകയാണ്, പറഞ്ഞു കൊടുത്തു. തഥേതി ഗുരുപുത്രോക്തം അനുജ്ഞായേതം അബ്രവീത് ധർമ്മോപദേഷ്ടവ്യ രാജ്ഞാംയേ ഗൃഹമേധിനാം. ഗൃഹസ്ഥന്മാരുടെയും രാജാക്കന്മാരുടെയും ധർമ്മം എന്താണെന്ന് ഇവന് വേണ്ട വിധത്തിൽ ഉപദേശിച്ചു കൊടുക്കണം എന്ന്. ഏതായാലും ഗുരുനാഥൻ വരാൻ വേണ്ടിയിട്ട് ഇനിയും കാലം കുറെ കഴിയും. അപ്പൊ അതുവരെ ആ ഗൃഹസ്ഥന്റെ ധർമ്മവും രാജാവിന്റെ ധർമ്മവും ഒക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിരിക്കണു. അപ്പോ അവര് വിനീതന്മാരായിട്ട് ആ പ്രഹ്ലാദനോട് ധർമാർത്ഥ കാമങ്ങളെ കുറിച്ചൊക്കെ പലതും പറഞ്ഞു ഉപദേശിച്ചു. അപ്പോ വേണ്ട വിധത്തില് ഉപദേശിച്ചു എന്നാണ്. യഥാ ത്രിവർഗം ഗുരുഭിരാത്മനെ ഉപശിക്ഷിതം ന സാധുബേനെ തച്ഛിക്ഷാം ദ്വന്ദ്വാരാമോപവർണിതാം. അപ്പൊ തനിക്ക് വേണ്ടിയിട്ട് ഗുരുക്കന്മാര് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിന്റെ ആ പ്രധാന ശാസ്ത്രങ്ങള്, അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, ആ മൂന്ന് കാര്യങ്ങളെ പ്രധാനമായിട്ടും ആ ശാസ്ത്രങ്ങളെ വേണ്ട വിധത്തിൽ പ്രഹ്ലാദൻ ഉപദേശിച്ചു. എന്നാൽ വിഷയവാസനയുള്ളവർക്ക് വർണ്ണിക്കുന്ന ആ ഉപദേശങ്ങള് ഉത്തമനായിട്ടുള്ള ഈ പ്രഹ്ലാദന് രസിച്ചില്ല, അത് ശ്രേയസ്കരമായിട്ട് തോന്നിയില്ല. അവർക്കൊക്കെ വിഷയവാസനയുണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതിലുണ്ടാകുന്ന താല്പര്യമാണ്. ഓരോരോ ഇന്ദ്രിയങ്ങളും ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളെയാണ് വിഷയങ്ങളെന്ന് പറയുന്നത്. കണ്ണിന് കാണാൻ കാഴ്ച ഇഷ്ടപ്പെട്ടത് കാണുമെന്ന് വീണ്ടും തോന്നണം. നാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം രുചിക്കാനുള്ള മോഹം, ത്വക്കിന് സ്പർശസുഖം അനുഭവിക്കാനുള്ള മോഹം, മൂക്കിന് ഗന്ധം അനുഭവിക്കാനുള്ള മോഹം, ഇങ്ങനെ ഓരോ, കാതിന് ഇഷ്ടപ്പെട്ടത് കേൾക്കാനുള്ള മോഹം. അപ്പൊ ആ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികള്, അപ്പൊ ആ വിഷയസുഖങ്ങളില് മുങ്ങിയിരിക്കുന്ന ഇവരുടെ ഉപദേശം അത്ര പഥ്യമായിട്ട് ഈ പ്രഹ്ലാദന് തോന്നിയില്ല. അതൊന്നും വേണ്ടതുപോലെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ആ പ്രഹ്ലാദൻ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറയാണ്, കൂട്ടുകാരെ, ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്ത് വേണം? കൗമാരേ ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഖ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥദം. ഈ കൗമാരം ഇങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല, ആ ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ളതാണ്. അതാണ് വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സർവപുരുഷാർത്ഥ സാധകമായിട്ടുള്ള മനുഷ്യജന്മം ദുർലഭമാണ്, അസ്ഥിരവുമാണ്. വളരെ കുറച്ചു കാലം മാത്രമേ അത് കിട്ടുകയുള്ളൂ. വളരെ ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടണത്. ദുർലഭോ മാനുഷോ ജന്മ.
മനുഷ്യജന്മം ദുർലഭമാണ്. വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമാണുള്ളതെങ്കിൽ പോലും അത് ദുർലഭമാണ്. എന്നാൽ അതിനേക്കാൾ പ്രയാസമാണ് ഈ മനുഷ്യ ജീവിതത്തിൽ സജ്ജനങ്ങളെ കണ്ടുമുട്ടണത്. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം എന്നാണ്. അപ്പൊ മനുഷ്യജന്മം ബ്രഹ്മാവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. ഒരു ജീവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം. പല ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ഈ ജന്മം വെറുതെ പാഴാക്കരുത്. ഇത് ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് അതിനെ ആ പുരുഷാർത്ഥങ്ങളെ നേടാനുള്ളതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ആ മോക്ഷ പദവിയിലേക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കൂ, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാതെ എന്തുണ്ടാകരുത്, ഈ ഗൃഹാദികളിലൊക്കെ ആസക്തരായിട്ട് അതിൽ തന്നെ മുഴുകിയിരുന്നു കൊണ്ട് കുടുംബരാമന്മാരായിട്ട് ജീവിതം ചിലവഴിക്കാതെ ഈശ്വരങ്കൽ മനസ്സർപ്പിച്ച് ആ ഭജനം ചെയ്യൂ, അതാണ് വേണ്ടത്, സാക്ഷാത്കാരം നേടൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ കൂട്ടുകാർ ചോദിക്കുകയാണ്, പ്രഹ്ലാദ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറെ കാലമായി, ഇതുവരെ ഞങ്ങൾക്ക് ഇതൊന്നും ഈ ഗുരുക്കന്മാര് പറഞ്ഞു തന്നില്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇത് എപ്പോഴാണ് നിനക്ക് പറഞ്ഞത്? ഇത് ഇവിടെ നിന്ന് പറഞ്ഞ് പഠിച്ചതല്ല. ശ്രുതമേ തന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാൽ ദേവദർശനാൽ. ഇത് ദേവർഷിയായ നാരദനിൽ നിന്നും ഞാൻ നേരത്തെ പഠിച്ചതാണ്. അതായത് അമ്മയ്ക്ക് ഉപദേശിച്ച സന്ദർഭത്തിൽ, ആ ഭാഗവത ധർമ്മം പറഞ്ഞു കൊടുത്ത സന്ദർഭത്തിൽ ഗർഭസ്ഥ ശിശുവായിരുന്നു കൊണ്ട് കേട്ടതാണ്. അങ്ങനെ ആ ഭാഗവത ധർമ്മത്തെ ആ നാരദ മഹർഷിയിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയത്, അതീവ ശ്രേഷ്ഠനായ. ഇത് ഇവിടെ നിന്ന് പഠിച്ചതല്ല കൂട്ടുകാരെ. അതുകൊണ്ട് എന്ത് വേണം? ആ ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് ഉത്തമനായ ഒരു ഗുരുവിന്റെ ഉപദേശം തേടണം. വെറുതെ ഒന്നും നല്ലൊരു ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് ആ ഗുരുവിനെ അനുസരിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാണ്. ഗുരു ശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധു ഭക്താനാം ഈശ്വരാരാധനേന ച ശ്രദ്ധയാ ത്വൽകഥായാം ച കീർത്തനൈർഗുണ കർമ്മണാം തൽ പാദാംബുരുഹധ്യാനാൽ തല്ലിംഗേക്ഷണാർഹണാദിഭി ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്തൈശ്വര ഇതി ഭൂതാനി മനസാ കാമൈസ്തൈ സാധുമാനൈൽ ഏവം നിർജിത ഷഡ്വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ രതിം. ഭഗവാനായ വാസുദേവനിൽ ഉത്തമ ഭക്തി ഉണ്ടാകാൻ ഉത്തമനായ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച് ആ ഗുരുവിനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചും ഗുരുമുഖത്തു നിന്ന് സൽക്കഥകളെ കേട്ടും കീർത്തിച്ചും വിചാരം ചെയ്തും എന്ത് ചെയ്യണം? ഈശ്വരപാദങ്ങളെ വിചാരം ചെയ്തും ആ സർവ്വതിലും എല്ലാറ്റിന്റെ ഉള്ളിലും അന്തര്യാമി സ്വരൂപത്തിൽ വർത്തിക്കുന്ന വസ്തുവാണ് ഈശ്വരൻ എന്ന ബോധത്തിൽ എത്തിച്ചേരണം. ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വര ഇതി നിർജിത ഷഡ്വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ രതിം. ഭഗവാനായ വാസുദേവനിൽ രതി ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം? ആ ഗുരുപദേശം സ്വീകരിച്ച് നിരന്തരമായി സൽക്കഥകളെ കേട്ടും കീർത്തിച്ചും ആ പാതാരവിന്ദങ്ങളെ ധ്യാനിച്ചും ഷഡ്വർഗങ്ങളെ ജയിക്കുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതമത്സര്യാദികളെ ജയിച്ച് ഭഗവാനായ വാസുദേവ ദേവനിൽ എത്തിച്ചേരുക. അങ്ങനെ ആ ഉത്തമ ഭക്തി കൈവരിക്കുക. അത് തന്നെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അല്ലാതെ ഈ ഗൃഹാദികളില് മുഴുകി ജീവിച്ചാൽ ഈ മോക്ഷമെന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തതാകും എന്ന് കാണിച്ചു കൊടുക്കും.
എല്ലാറ്റിൻ്റെ ഉള്ളിലും കല്ലായാലും അതിനകത്തൊരു ഗുണം കാണുന്നതാണ് ഈശ്വരൻ. എല്ലാറ്റിൻ്റെ ഉള്ളിലും ഉണ്മയായിട്ടിരിക്കുന്നത് എന്തോ അതാണ് ഈശ്വരൻ. തോയേ ശൈത്യം ദാഹകത്വം ച വന്നൗ താപോഭാനൗ ശീതഭാനൗ പ്രസാദാൻ പുഷ്പേ ഗന്ധേ ദുഗ്ധമധ്യേത സത്പിൻ യത്തൽ ശംഭോ ത്വാം പ്രപദ്യേ മഹേശം. പച്ചവെള്ളത്തിൽ തണുപ്പായിട്ടിരിക്കുന്ന ഈശ്വരൻ അഗ്നിയിൽ ദഹനനായിട്ടാണ് ഇരിക്കുന്നത്, പൂവിൽ ഗന്ധമായിട്ടാണ് ഇരിക്കുന്നത്, പാലിൽ നെയ്യായിട്ടാണ് ഇരിക്കുന്നത്. ഏതിലും എന്തിലും ഉണ്മയായിട്ട് ഇരിക്കുന്ന ആ വസ്തു അവിടെ നിന്നാണ്. അതിനെ സാക്ഷാത്കരിക്കാൻ നിരന്തരമായ ഈശ്വരോപാസന തന്നെ വേണം എന്നിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ നിരന്തരമായ ഭജനം കൊണ്ട് ആ ഉത്തമമായ ആ കേവലമായ ഭക്തി കൈവരിക്കൂ. ഭഗവാന് ദേവനെന്നോ മനുഷ്യനെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ പുഴുവെന്നോ കൃമിയെന്നോ കീടമെന്നോ ഒരു വ്യത്യാസമില്ല കൂട്ടുകാരെ. അതുപോലെ ദ്വിജനെന്നോ ഇതൊരു വ്യത്യാസമാണ്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ അസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നവൃത്തം ന ബിഹുജ്ഞതാം. പ്രീണനായ മുകുന്ദസ്യ നവൃത്തം ന ബിഹുജ്ഞത ന ദാനം ന തപോനിജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്തിയാ ഹരിരന്യൽ വിഡംബനം. അപ്പോ ഭഗവാന് ദേവനാകട്ടെ അസുരനാകട്ടെ മനുഷ്യനാകട്ടെ ഭഗവാന് അവരിൽ എന്താ പറയാണ്, ദ്വിജനെന്നോ ദേവനെന്നോ അസുരനെന്നോ ഒരു വ്യത്യാസം ഭഗവാനില്ല. ഭക്തിയുണ്ടോ നിർമ്മലമായ ഭക്തി കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുക തന്നെ ചെയ്യും. ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ച ഭജൻ മുകുന്ദചരണം സുസ്ഥിമാൻ സ്യാൽ യഥാവയം. ആരാണോ ഭഗവത്പാദങ്ങളെ ഭജിക്കണത് അവന് നിശ്ചയമായിട്ടും ആ സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കും എന്ന്, ശാന്തി അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ന ദാനം ന തപോനിജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്തിയാ ഹരിരന്യൽ വിഡംബനം. ദാനം കൊണ്ടും തപസ്സുകൊണ്ടും യാഗം കൊണ്ടും യജ്ഞം കൊണ്ടും ഒന്നും സന്തോഷിക്കാത്ത ഈശ്വരൻ നിർമ്മലമായ ഭക്തി കൊണ്ട് സന്തോഷിക്കുക തന്നെ ചെയ്യും. ദൈതേയ യക്ഷ രക്ഷാംസി സ്ത്രീയശൂദ്ര വ്രജൗഗസ ഖഗ മൃഗ പാപജീവ സന്ദേഹി അച്യുതതാം ഗത. ഏതാവാനേവ ലോകേസ്മിൻ പുംസഃ സ്വാർത്ഥപരസ്മൃത ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യൽ സർവത്ര തദീക്ഷണം. ഭഗവാങ്കലുള്ള കേവല ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എത്രയോ അസുരന്മാര്, അതേപോലെ യക്ഷന്മാര്, രാക്ഷസന്മാര്, പക്ഷികള്, മൃഗങ്ങള്, എത്രയോ പേര് ദുഷ്ടതയൊക്കെ കൈവെടിഞ്ഞ് ഈശ്വരപാദങ്ങളെ ആശ്രയിച്ച് മുക്തി നേടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭഗവാങ്കലുള്ള കേവല ഭക്തി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂട്ടുകാരെ. അത് നേടുക തന്നെ വേണം. ഭഗവാന് ആരാണ് എന്നൊരു വ്യത്യാസമൊന്നുമില്ല. എല്ലാറ്റിനോടും ഒരേപോലെ പെരുമാറുന്ന വസ്തുവാണ് ഈശ്വരൻ. അതുകൊണ്ട് നിങ്ങൾ ആ ഭഗവാങ്കലുള്ള കേവല ഭക്തിക്കായിട്ട് ഉത്തമനായ ഗുരുവിനെ ആശ്രയിക്കൂ. അതിലൂടെ നിങ്ങൾക്ക് ആ ഭക്തി കൈവരിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ ഹിരണ്യകശിപു പറയുന്നത് പോലെ ഒന്നും ആ പ്രഹ്ലാദനെ ആക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെട്ട ആ ഗുരുപുത്രന്മാര് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിവരമറിയിക്കുമ്പോൾ ഇയാളെ, ഈ പ്രഹ്ലാദനെ കൊന്നുകളയാൻ തന്നെ തീരുമാനിച്ചു എന്നാണ്. ഈ പ്രഹ്ലാദന്റെ ഇത്തരം കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും ആ ഉപദേശങ്ങളും ഒക്കെ കേട്ട ഷണ്ടാമർക്കന്മാര് വിവരമറിയിച്ചു. ഈ വിവരമറിഞ്ഞ ഹിരണ്യകശിപു ശ്രുത്വാ തദപ്രിയം ദൈത്യോ ദുസ്സഖം ധനയാനയം കോപാവേശതനദ്ഗാത്രപുത്രം ഖന്തും മനോദധേ
ശ്രുത്വാ പരുഷയാവാച പ്രഹ്ലാദപദർഹണം ആഹിക്ഷമാണ പാപേന തിരശ്ചീനേന ചക്ഷുഷാ. അപ്രിയകരമായ ഈ പുത്രന്റെ വാക്ക് കേട്ടിട്ട്, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് കോപം കൊണ്ട് കലി തുള്ളിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരിക്കലും ഇവനെ വച്ചു പൊറിപ്പിക്കാൻ സാധിക്കില്ലെന്ന് കണക്കാക്കിയിട്ട് കൊന്നുകളയാൻ തന്നെ തീരുമാനിച്ച് വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. മരിച്ചില്ല. ഒരുപാട് ആനകയെ കൊണ്ട് കുത്തിച്ചു, വിഷസർപ്പങ്ങളെ കൊണ്ട് കടിപ്പിച്ചു, വിഷം കൊടുത്തു, മുറിയിൽ പൂട്ടിയിട്ടു, സ്വന്തം മാതാവിനെ കൊണ്ട് തന്നെ കാളകൂട വിഷം കുടിപ്പിച്ചു. ഇതൊക്കെ ആയിട്ടും യാതൊരു വിധത്തിൽ ഒരു ക്ഷയവും സംഭവിക്കാതെ അപ്പോഴും ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എത്ര പറഞ്ഞിട്ടും നീ എന്നെ അനുസരിക്കാത്തതിന് കാരണം നിന്റെ പിൻബലം ആരോ നിന്റെ പിന്നിൽ ഒരു ബലമായിട്ടുണ്ട്. നല്ല കരുത്തനായിട്ടുള്ള ഒരാളുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇത്രമാത്രം അനുസരണക്കേട് നീ കാണിക്കുന്നത്. ആരാണ് നിന്റെ ബലം എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ എന്റെ ബലം ആ വൈകുണ്ഠനാഥനാണ്, ആ ഹരിയാണ്. എന്റെ മാത്രമല്ല അച്ഛാ, അച്ഛന്റെയും മാത്രമല്ല സർവ ദേവന്മാരുടെയും ബ്രഹ്മാദി ദേവന്മാരുടെയും ഒക്കെ ബലം ആ ഭഗവാൻ തന്നെയാണ്. എല്ലാവർക്കും അഹോ ദൈവബലം ബലം, എല്ലാവർക്കും ബലം അവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് സർവ്വതും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ആ ഹരിയെ ഭജിച്ച് മുക്തി നേടൂ എന്ന് പറഞ്ഞു. ക്രുദ്ധനായിട്ട് അവിടെ നിന്ന് നീ പറയുന്ന ഹരി എവിടെയുണ്ട്? എല്ലായിടത്തും, എല്ലാറ്റിന്റെ അകത്തും പുറത്തും എല്ലായിടത്തും ഉണ്ട് അച്ഛാ. ഇല്ലാത്ത ഒരു സ്ഥലം ഇല്ല എന്ന് പറയുമ്പോ ക്രുദ്ധനായിക്കൊണ്ട് അവിടെ നിന്ന് മുഷ്ടി ചുരുട്ടി വാള് എടുത്ത് ചുഴറ്റിക്കൊണ്ട് ആ തൂണിനെ മുഷ്ടി കൊണ്ട് ഇടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൽ ഈ തൂണിൽ നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഉണ്ടച്ഛാ, ഞാൻ ആ തൂണില് ഭഗവാന്റെ ദിവ്യരൂപത്തെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ദിവ്യരൂപത്തെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോ അത്യുഗ്രമായിട്ട് അതിനെ ആഞ്ഞു വെട്ടി അണ്ടകടാഹം പൊട്ടുന്നത് പോലെ ആ തൂണങ്ങ് പിളർന്നിട്ട് അതിൽ നിന്ന് ഉഗ്രരൂപിയായിട്ടുള്ള മനുഷ്യരുമല്ല മൃഗവുമല്ലാത്ത ആ രൂപം, നൃസിംഹരൂപം അവിടെ നിന്ന് പുറത്തു വന്ന് അവിടെ നിന്ന് ഹിരണ്യകശിപുവിന്റെ ദേഹത്തേക്ക് ചാടി വീണു. ഉഗ്രദംഷ്ടകള്, കുറിയ കഴുത്ത്, നീണ്ട താടി രോമങ്ങള്, മീശരോമങ്ങള്, അതുപോലെ ആ ദംഷ്ടകളൊക്കെ ആയിട്ട് കണ്ണിൽ നിന്ന് അഗ്നി വർഷിക്കണു. ഇടയ്ക്കിടയ്ക്ക് ഗർജനം. മനുഷ്യരുമല്ല മൃഗവുമല്ലാത്ത ആ ഭീകര രൂപം തൂൺ പിടർന്ന് പുറത്തേക്ക് ചാടി ഹിരണ്യകശിപുവുമായിട്ട് യുദ്ധം ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് പിടികൊടുത്തും ഇടയ്ക്കിടയ്ക്ക് പിടി വിടുവിച്ചും യുദ്ധം അങ്ങനെ തുടർന്ന് പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി ആ വിധാതാവ് എന്തൊക്കെയാണോ പറഞ്ഞത് അതിനെയെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അതിനെയെല്ലാം സത്യമാക്കിക്കൊണ്ട് ആ ഭഗവാൻ ഇവിടെ യുദ്ധം വന്നത് തന്നെ ആ വാക്കു പാലിച്ചുകൊണ്ടാണ്. ന മൃഗം ന മാനുഷം, മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത രൂപമാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ചാടി വീണ് യുദ്ധങ്ങൾ ആരംഭിച്ചു. യുദ്ധം ചെയ്ത് ത്രിസന്ധ്യ നേരം വരെ അടുക്കുമ്പോ ആ ഹിരണ്യകശിപുവിനെ വലിച്ചിഴച്ച് ഉമ്മറപ്പടിയിലേക്ക് വരെ കൊണ്ടുപോയി. അകത്തു വെച്ച് കൊല്ലരുത്, പുറത്തു വെച്ച് മരണം സംഭവിക്കരുത്, ഭൂമിയിൽ വെച്ചാകരുത്, ആകാശത്ത് വെച്ചാകരുത്, ആയുധങ്ങളെ കൊണ്ടാകരുത്, മനുഷ്യനാകരുത്, മൃഗമാകരുത്, വലിയ വിഷസർപ്പങ്ങളാകരുത്. ഈ നിയമങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് വലിച്ചിഴച്ച് ആ ഉമ്മറപ്പടി വരെ എത്തിച്ചെല്ലുന്നിട്ട് ഭഗവാൻ തന്നെ ആ ഉമ്മറപ്പടിയിലിരുന്ന് ആ ഹിരണ്യകശിപുവിനെ തന്റെ ആ മടിത്തട്ടിൽ കിടത്തിയിട്ട് കൈകൾ കൊണ്ട് അങ്ങനെ അമർത്തിപ്പിടിച്ച് കൂർത്തുമൂർത്ത നഖങ്ങളെ കൊണ്ട്, നഖം വളരുന്നുണ്ടെങ്കിലും വെട്ടിയാൽ ചോര വരില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജീവൻ ഉള്ളതുമല്ലോ എന്ന് ചോദിച്ചാൽ അല്ലതാനും, എന്നാൽ വളരുന്നുണ്ട് താനും. ആ കൂർത്തുമൂർത്ത നഖങ്ങളെ മാറിൽ കുത്തിയിറക്കി വലിച്ചകിടുകയും പുറത്തേക്ക് വരുന്ന ചോര വലിച്ചകിട് കുടിച്ചു. കുടലുമാല എടുത്ത് കഴുത്തിലങ്ങിട്ടു. മുഖമങ്ങ് അമർത്തി വെച്ച് ആ ചുടുചോര അങ്ങട് വലിച്ചങ്ങട് വാളുപോലെ ദൈർഘ്യമുള്ള നാവ് കൊണ്ട് വടിച്ചങ്ങട് തക്കി ഇടയ്ക്കൊന്ന് മുഖം ഉയർത്തി ഗർജിച്ച് താടി രോമങ്ങളിൽ മീശരോമങ്ങളിലും ഒക്കെ പറ്റിയ ആ രക്തകണങ്ങളെ നാവ് കൊണ്ട് നക്കി തുടച്ച് ഗർജിച്ച് ആ നഖാങ്കുരോൽപാടിത ഹൃത്സരോജം, നഖാഗ്രം കൊണ്ട് ആ ഹൃദയമാകുന്ന താമരയെ, ഹിരണ്യകശിപുവിന്റെ ഹൃദയമാകുന്ന താമരയെ ഭഗവാൻ നുള്ളിയെടുത്തു രാഘവത്തോടു കൂടി. കണ്ടു നിന്നവരൊക്കെ ഭയന്നുപോയി. എല്ലാവരും പേടിച്ചു മാറി നിന്നാണ്.
അങ്ങനെ ഒരു തുള്ളി പോലും രക്തം പാഴാക്കാതെ മുഴുവൻ അവിടെ നിന്ന് നാവുകൊണ്ട് വടിച്ച് നക്കി കുടിച്ച് മുഖമൊക്കെ ഉയർത്തി ആ ഉഗ്രഭാവം പ്രകടിപ്പിച്ച് ഗർജിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, ഇടയ്ക്കിടയ്ക്ക് ഗർജനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയപ്പെട്ട ആ ബ്രഹ്മാദി ദേവന്മാര് സകലരും, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ നൃസിംഹരൂപിയായ ഭഗവാന്റെ കോപത്തെ അടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സ്തുതിച്ചു കൊണ്ടിരിക്കണു. ആ സ്തുതിയൊക്കെ കേട്ടിട്ടും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ വന്നപ്പോ ഇനി എന്ത് ചെയ്താൽ ഈ ഭഗവാൻ നൃസിംഹരൂപിയായ ഭഗവാന്റെ കോപത്തെ അടക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് ലക്ഷ്മി ദേവിയെ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നെങ്കിലും യാതൊരു പ്രയോജനം ഉണ്ടായില്ല. കണ്ട മാത്രയിൽ തന്നെ ഒരു ഗർജനം നടത്തി ഇതേപോലൊരു ഭയാനകമായ ഒരു രൂപം ഇതിനു മുൻപൊരിക്കലും കണ്ടിട്ടുമില്ല. വന്നതിന്റെ ഇരട്ടി വേഗതയിൽ മടങ്ങിപ്പോയി എന്നാണ്. ഇനി എന്ത് ചെയ്താൽ ഈ ഭഗവാന്റെ കോപത്തെ അടക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ മാത്രം ബ്രഹ്മദേവൻ നോക്കുമ്പോ ആ പ്രഹ്ലാദൻ മാത്രം ഭഗവത് പാദങ്ങളെ വന്ന് നമസ്കരിക്കണു. പ്രഹ്ലാദേ നമേത്യഭയേ കാരുണ്യഭാരാകുല. നോക്കൂ, അവിടെ നിന്ന് വന്ന് നമസ്കരിക്കണത് കണ്ടപ്പോ ഈ പ്രഹ്ലാദനെ കൊണ്ട് നമസ്കരിപ്പിച്ചാൽ, സ്തുതിപ്പിച്ചാൽ നിശ്ചയമായിട്ടും ഭഗവാൻ കോപത്തെ ഉപേക്ഷിക്കുമെന്ന് തോന്നി. ഭക്തന്റെ വാക്കിൽ സന്തോഷിക്കുമെന്ന് മനസ്സിലാക്കിയ ആ ബ്രഹ്മദേവൻ പ്രഹ്ലാദന്റെ അടുക്കൽ ചെന്ന് പറയാണ്, പ്രഹ്ലാദ, നീ ഒന്ന് സ്തുതിച്ചു നോക്കൂ ആ നൃസിംഹരൂപിയായ ഭഗവാന്റെ കോപത്തെ. നിന്റെ സ്തുതി കേട്ടാൽ ചിലപ്പോൾ ഭഗവാൻ കോപത്തെ ഉപേക്ഷിക്കുമായിരിക്കും എന്ന് പറയുമ്പോ, ബ്രഹ്മാദി ദേവന്മാരായ നിങ്ങളൊക്കെ നല്ല നല്ല വാക്കുകളെ കൊണ്ട്, വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ സ്തുതിച്ചിട്ടും കോപത്തെ അടക്കാത്ത ഭഗവാൻ ഈ ഉള്ളവന്റെ വാക്ക് കേട്ടാൽ കോപത്തെ അടക്കുമോ എന്ന് ചോദിച്ചിട്ട് പ്രഹ്ലാദൻ തന്നെ പറയാണ്, അല്ല, ഭഗവാൻ അങ്ങനെ ദേവനെന്നോ മനുഷ്യനെന്നോ അസുരനെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഒരു വ്യത്യാസമില്ല. ഭക്തിയുണ്ടോ, ആ ഭക്തി കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല 12 ഗുണങ്ങളുള്ള വിപ്രനാണെങ്കിൽ പോലും ഭഗവത് പാദാരവിന്ദങ്ങൾക്ക് വിമുഖനാണെങ്കിൽ അതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം തന്റെ ഭക്തനെ ആയിരിക്കും. ആ ഭക്തൻ ചണ്ടാളനായാൽ കൂടി അവന്റെ വംശത്തെ തന്നെ ഭഗവാൻ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് എന്റെ സ്തുതി കേട്ട് സന്തോഷിക്കണം. ബ്രഹ്മാദി ദേവന്മാരൊക്കെ നല്ല നല്ല വാക്കുകളെ കൊണ്ട്, വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ അവിടത്തെ സ്തുതിച്ചു. എന്നാൽ അറിവില്ലാത്തവനായ ബിഞ്ചുബാലനായ ഈ ഉള്ളവന്റെ വാക്ക് കേട്ട് അവിടെ നിന്ന് സന്തോഷിച്ച് കോപത്തെ അടക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന അങ്ങനെ ആ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാൻ തുടങ്ങി. അവിടുന്ന് ഭഗവൻ മഹിമയെ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ കീർത്തിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോ ഭഗവാന്റെ കോപമൊക്കെ അങ്ങടങ്ങി. കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ അഗ്നിയൊക്കെ അങ്ങട് പിൻവലിഞ്ഞു. കോപമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് പുഞ്ചിരിയായി. പ്രഹ്ലാദന്റെ സമീപത്ത് എത്തിക്കൊണ്ട് പ്രഹ്ലാദനോട് ഭഗവാൻ പറയാണ്, പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം മേ അസുരോത്തമാം വരം വൃണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം മാമപ്രീഡത ആയുഷ്മൻ ദർശനം ദുർലഭം ഹി മേ ദൃഷ്ട്വാ മാം ന പുനർജന്തുരാത്മാനം തപ്തുമർഹതി പ്രീണന്തി ഹ്യധമാം ധീരാ സർവഭാവേന സാധവാ ശ്രേയസ്കാമാ മഹാഭാഗാ സർവാസാം ആശിഷാം പതി. ഹേ പ്രഹ്ലാദ, ഭദ്ര, നിനക്ക് എല്ലാവിധ മംഗളങ്ങളും ഭവിക്കട്ടെ. എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളൂ, വരം തരാൻ ഞാൻ തയ്യാറാണ്. എന്നെ ഒരിക്കൽ കണ്ടുകിട്ടിയാൽ പിന്നെ നിനക്കിനി മറ്റൊരു ജന്മം ഉണ്ടാകില്ല. ഇതോടുകൂടി തന്നെ നിനക്ക് മുക്തിയായി കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു ജന്മം നിനക്കുണ്ടാവില്ല. ഞാൻ അത്യധികം സന്തുഷ്ടനായാണ് നിന്റെ ഈ തപസ്സിൽ. നീ എന്നെ വിചാരം ചെയ്യാൻ, എന്നെ പ്രാർത്ഥിക്കാൻ, എന്റെ നാമം ജപിക്കാൻ വളരെയേറെ പീഡനം അനുഭവിച്ചവനാണ്. എന്ത് വരം ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. ആവശ്യമുള്ള വരം ചോദിക്കാനായിട്ട് പ്രലോഭിപ്പിക്കുമ്പോ ഈ പ്രഹ്ലാദൻ പറയാണ്, ഭഗവാനെ, ഒരു വരവും ആഗ്രഹിച്ചൊന്നുമല്ല ഞാൻ അവിടത്തെ ഭജിച്ചത്. എന്തെങ്കിലും ആഗ്രഹത്തോടുകൂടി ഭജിക്കുന്ന ആ ഭക്തനുമല്ല. അതേപോലെ എന്തെങ്കിലും ഒരു താല്പര്യം, ആഗ്രഹം അവിടുന്ന്
ഭക്തനിൽ നിന്നൊരു സേവനം കാക്ഷിക്കുന്ന ഭഗവാൻ ആ അവസ്ഥയ്ക്കും യോഗ്യനല്ല. അതുകൊണ്ട് ഒരാഗ്രഹവും എനിക്കില്ല, മോക്ഷമല്ലാതെ മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല ഭഗവാനെ, എന്നെ ഒരു കച്ചവടക്കാരനെ പോലെ ആക്കല്ലേ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയാണ്, എന്നെ മറ്റുള്ളവർ എത്ര കുറച്ച് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എന്നെ ഭജിക്കാൻ നീ വളരെയധികം കഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരം തരാതെ പോകാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു വരം ചോദിക്കൂ പ്രഹ്ലാദ എന്ന് പറയുമ്പോൾ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചൊരു വരം ചോദിക്കുകയാണ്, എനിക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ആ ആഗ്രഹത്തെ ഒന്ന് ഇല്ലാതാക്കി തരാനൊന്ന് അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതായത് ആശാ നിരാസം സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. കാമാൻ വരാം ത്വം വരദർഷഭ കാമാനാം ഹൃദയ സംരോധം ഭവദസ്തു വൃണേ വരം. എനിക്ക് എന്താണ്, എന്തെങ്കിലും ഒരു ആഗ്രഹം, മോഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ആ മോഹത്തെ ഒന്ന് ഇല്ലാണ്ടാക്കണം. ഈ മോഹങ്ങളാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം. ആശാ നിരാസം എനിക്ക് സാധിപ്പിച്ച് തരണേ എന്നാണ് ഇപ്പൊ ഭഗവാനോട് ആര് ചോദിക്കണത്. അങ്ങനെ ഒരു വരം എനിക്ക് തരണേ, ഒരാഗ്രഹവും എന്നിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചു. അത്യധികം സന്തുഷ്ടനായ ഭഗവാൻ ആ പ്രഹ്ലാദനെ ആശ്ലേഷിച്ച്, നിന്നെപ്പോലൊരു ഭക്തനെ എവിടെയും കണ്ടിട്ടില്ല. ഭക്തന്മാരുടെ ആ ഗണത്തിൽ ഈ പ്രഹ്ലാദന്റെയും അസുരബാലനായ ഈ പ്രഹ്ലാദന്റെയും പേര് ചേർക്കണം എന്ന് ഭഗവാന് തോന്നി. അങ്ങനെ ആ പ്രഹ്ലാദന്റെ പേര് ഒന്നാമതായിട്ട് ചേർത്തു എന്നാണ്. അങ്ങനെ ഭാഗവതോത്തമന്മാരില് അസുരബാലനായ പ്രഹ്ലാദനെ ഭഗവാൻ ഭാഗവതോത്തമന്മാരിലെ ഒന്നാമതാക്കി മാറ്റി. അങ്ങനെ അനുഗ്രഹിച്ച് അവിടുന്ന് ആ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് അത് ഉപസംഹരിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും പറയാൻ തുടങ്ങി, എന്നാലും പ്രഹ്ലാദ, നീ എന്നോടൊരു വരവും ഇതുവരെ ചോദിച്ചില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും ഒരു വരം തരാതെ പോകുന്നത് എനിക്ക് ദുഃഖമുണ്ട്, എന്തെങ്കിലും ഒരു വരം എന്തേ നീ ചോദിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അവിടുന്ന് പറയാണ്, അവിടുന്ന് വരം തരാനൊക്കെ അത്യധികം ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഞാൻ അവിടത്തോടൊരു വരം ചോദിക്കുകയാണ്. എൻ്റെ പിതാവ് ഒരുപാട് ദുഷ്ടത ചെയ്തയാളാണ്. എൻ്റെ പിതാവിന് അങ്ങയോട് വിരോധം തോന്നാൻ കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടാണ്, അവിടുത്തെ മഹിമ വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ പിതാവിൻ്റെ സഹോദരനെ അങ്ങാണ് നിഗ്രഹിച്ചത് എന്ന തോന്നലാണ് ആ പിതാവിന് അങ്ങയോട് ശത്രുത വരാൻ കാരണം. അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ശത്രുത ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ ആ പിതാവിൻ്റെ അപരാധമൊക്കെ പുറത്ത് എൻ്റെ പിതാവിനെ ഈ പാപത്തിൽ നിന്ന് രക്ഷിച്ച് മോക്ഷം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാദുർഹേതി വൃഷാദൃഷ്ടിത്വൽ ഭക്തേ മയേജാഖവാൻ തസ്മാൽ പിതാമേ പൂയേതാം ദുരന്താൽ ദുസ്തരാദഖാൽ പോദസ്തയപാംഗ സംദൃഷ്ടസ്തദാ കൃപണവത്സല. ശോച്യന്മാരോട് കാരുണ്യം കാണിക്കുന്ന അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ആ ദുഷ്ടതയൊക്കെ മറന്ന് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ ദുഷ്ടത ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ പിതാവിനെ രക്ഷിക്കണം, നരകയാതനയിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, പ്രഹ്ലാദ, നിന്റെ ഈ ആവശ്യം ഞാൻ നേരത്തെ നടത്തി കഴിഞ്ഞു. അത് നിന്റെ പിതാവ് 21 തലമുറയിലെ ആ പിതൃപിതാമഹാദികളോട് കൂടി തന്നെ പരിശുദ്ധരായിട്ട് തീർന്നിരിക്കുന്നു. അതായത് 21 തലമുറയെ തന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആ കുലം മുഴുവൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജനനം തന്നെ. നീ തന്നെ സ്തുതിച്ചപ്പോ പ്രാർത്ഥിച്ചില്ലേ, എന്താണ്? പ്രാണം പുനാദി ഇവിടെ സകുലം നതു ഭൂരിമാന. കുലത്തോടുകൂടി നിന്റെ ആ വംശത്ത് ഒരു ഭക്തൻ ഒരു കുലത്തിൽ ഉണ്ടായാൽ ആ കുലത്തെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നുവെന്ന് നീ സ്തുതിച്ചപ്പോ പറഞ്ഞില്ലേ? നിന്റെ സ്തുതിയെ സത്യമാക്കിയിരിക്കുന്നു ഞാൻ. 21 തലമുറയെ ആ പിതൃക്കളെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, മോക്ഷം കൊടുത്തിരിക്കുന്നു. അക്കൂട്ടത്തിൽ നിന്റെ പിതാവും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതാണ് പുത്രന്റെ ധർമ്മമാണ്. ജന്മം തന്ന ആ പിതാവ് എത്ര ദുഷ്ടനാണെങ്കിലും ആ പിതാവിനെ ഇവിടെ നരകയാതനയിൽ നിന്നും രക്ഷിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? പുത്രനുണ്ട് എന്നിവിടെ കാണിക്കുകയാണ്. അങ്ങനെ തൻ്റെ ആ ധർമ്മം അവിടുന്ന് ആണ് ഇവിടെ ചോദിച്ചു വാങ്ങിയത്. പിതാവിനെ രക്ഷിക്കണം. എത്രയൊക്കെ ദുഷ്ടത ചെയ്തവനാണെങ്കിലും, തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് പല പീഡനങ്ങൾ ഏൽപ്പിച്ചവനാണെങ്കിലും, തനിക്ക് ജന്മം തന്ന ആളോടുള്ള
ആ കടപ്പാടവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് ആ പിതാവിനെ നരകയാതനയിൽ നിന്നും മോചിപ്പിച്ചു എൻ്റെ ഈ ഭക്തി കൊണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ അനുഗ്രഹമൊക്കെ കൊടുത്ത് ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്തു എന്ന അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ഈ കഥാഭാഗം ഇവിടെ വർണ്ണിക്കുകയാണ്. ഇവിടെ ആവുന്നത് പോലെയൊക്കെ പറഞ്ഞു. ഇനിയും ഇതിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഏതായാലും ഭഗവാന്റെ ഈ തിരുവമ്പിളാവില് ഈ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആ ഭഗവത് കാര്യങ്ങളെ പറയാൻ സാധിച്ചത് തന്നെ അത്യധികം ഭാഗ്യമായിട്ട് കണക്കാക്കണു. എല്ലാവർക്കും അത്യധികം സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു മറുപടി അതാ നമ്മുടെ സന്തോഷം അറിയിക്കണു. പ്രത്യേകിച്ചും ഈ തിരുവമ്പിളാവിൽ ദേവസ്വത്തിൻ്റെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കണു. വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ സമയമായിട്ടുണ്ട് അല്ലേ? സമയമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ